നമസ്കാരം സർ. മുനമ്പത്തേക്ക് ബി.ജെ.പിയുടെ വിവിധ നേതാക്കൾ മുനമ്പത്തെ ജനങ്ങളെ സന്ദർശിക്കാനായി ചെല്ലുന്നുണ്ട്. അപ്പോഴും മുനമ്പത്തെ ജനത കാത്തിരിക്കുന്നത് ഒരാളെയാണ്, മറ്റാരെയുമല്ല, നമ്മുടെ സുരേഷ് ഗോപി എം.പിയെ. അദ്ദേഹത്തിന്റെ മുനമ്പത്തേക്കുള്ള ഒരു വരവ് എന്തായാലും തീർച്ചയായും അതൊരു വലിയ ആഘോഷമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം മുനമ്പത്ത് ഒരു മാതാവിന്റെ പ്രതിമ അവർക്ക് സമർപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഈ മാതാവിനെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, എല്ലാം ശരിയാകും എന്നുള്ളത്. അപ്പം അവരുടെ ഒരു സന്തോഷം സുരേഷ് ഗോപി അവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും? അവര് കാത്തിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ആദ്യമേ അവിടെ ചെന്നിട്ട് ഞാനോ ഞാനോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. അദ്ദേഹം ഒരു കാര്യം ഏറ്റു, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം അങ്ങോട്ട് പോയില്ല. കാരണം വേറൊന്നുമല്ല, അതിന് അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. വേറെ കാര്യങ്ങൾക്കകത്തൊക്കെ ഇൻവോൾവ് ആയി നിൽക്കുകയാണ്. മുനമ്പത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചെന്നു, നേതാക്കന്മാരൊക്കെ ചെന്നു. അവർ വലിയ വലിപ്പത്തിലാണ് സ്വീകരിച്ചത്. എന്നിട്ട് ഇതിനകത്ത് മുനമ്പം നിവാസികൾ ഒരുപക്ഷെ ഇതിനകത്ത് ഇരുന്നവർ മൊത്തവും ബി.ജെ.പി ആവുകയൊക്കെ ചെയ്തു. കാരണം ഇന്നലെ വളരെ കൂടുതൽ ആൾക്കാർ ബി.ജെ.പിക്ക് അകത്ത് ചേർന്നിട്ടുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. പരസ്യമായിട്ട് അവർ സ്വീകരിച്ചു. അപ്പം അത് വലിയൊരു കാര്യമാണ്. ലാറ്റിൻ കാത്തോലിക്സ് പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന എന്ത് വിഷയം വന്നാലും പട്ടിണി കിടന്നാലും ഞങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നുള്ള രീതിയിലേക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ബി.ജെ.പി അല്ലാതെ വേറെ ആരും ഇവിടെ കേറണ്ടാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ ഇന്നലെ അവിടത്തേക്ക് സംസാരം പല ചാനലുകളിൽ എടുക്കും, പറഞ്ഞു എങ്ങനെയാണ് അറിയണമല്ലോ ഇവിടുത്തെ പൾസ് എങ്ങനെയാണ്. കാരണം മുനമ്പത്തെ പൾസ് ഒരു പക്ഷേ വഖഫ് നിയമത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഓരോ ചാനലുകളും ചെന്നിട്ട് ഓരോരുത്തർ ചോദിക്കും. പച്ചയായിട്ടാ പറയുന്നത്, ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, പലയിടത്തും പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി, ആരും ഏറ്റില്ല. ഏക്കുന്നവനൊക്കെ ആട്ടെ പോട്ടെ എന്നൊക്കെ പറയുക, പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുക, ഒരു ഉറപ്പ് തരാതിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതും ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തന്നതും ഈ പറയുന്ന ബി.ജെ.പി ആണ്. അപ്പം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നീതി ചോദിച്ചതുപോലെ അവിടെ വലിയ ചരിത്ര സ്മാരകമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരത്തിന്റെ തുടക്കത്തിൽ ഇവരെ ഒരു പെൺകുട്ടി, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇന്നലെ തെരഞ്ഞിട്ടും കിട്ടിയില്ല. അവർ സമരസമിതിയിലെ പ്രധാനപ്പെട്ട ആ കൊച്ചു തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ. അതിന്റെ ഒരു ഐഡിയ, സുരേഷ് ഗോപി നമുക്കൊന്ന് വിളിച്ചാലോ. ഇവർക്കങ്ങ് സുരേഷ് ഗോപി വിളിക്കുന്നതിനൊക്കെ കാരണം യാതൊരു രീതിയിലും ഈ ബി.ജെ.പി ആയിട്ടൊന്നും ബന്ധമില്ലല്ലോ. മനസ്സുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ കാര്യം ആലോചിക്കാനേ പറ്റാത്ത ഒരു ആൾക്കാരായി. കാരണം അവർ ബി.ജെ.പി എന്നൊക്കെ പറയുമ്പോൾ വേറെ വർഗീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇവരൊരു കാലത്ത് വോട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ഒരിക്കലും അടുപ്പിക്കാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവര് സഹായിച്ചിട്ടില്ലാത്ത ആരോട് എങ്ങനെയാണ് പറയുന്നൊക്കെയുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കും ബി.ജെ.പി. അവസാനം നിവർത്തി കെട്ടാൽ ഏതുടെയും കൂടെ പോകുന്ന തെളിവായിട്ട് ഈ പെൺകുട്ടി സമരസമിതിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണ. അവർ എനിക്കൊന്ന് 40-45 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അവര് പറഞ്ഞ സുരേഷ് ഗോപിയുടെ നമ്പർ കണ്ടെത്തപ്പെടുത്ത് പള്ളിയിലെ അച്ഛനെ കൊണ്ടായി സുരേഷ് ഗോപി പിടിപ്പിക്കുന്നത്. അങ്ങനെ സുരേഷ് ഗോപി ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. സുരേഷ് ഗോപി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാതാവിന്റെ പ്രതിമ കണ്ടു. ഇദ്ദേഹം വേറെ ഏതൊരു പള്ളി പ്രധാനമായിട്ട് സന്ദർശിക്കുക എന്നപ്പോൾ അവിടുന്ന് നമ്മൾ ചെല്ലത്തില്ല, വലിയ പ്രധാനപ്പെട്ട കക്ഷിയിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും അവർക്ക് മാതാവിന്റെ പള്ളിയായിരുന്നു. അവിടുന്ന് ആരും തോന്നുന്നു ആ പള്ളി അവിടുന്ന് അദ്ദേഹത്തിന് അവിടുത്തെ ആ പള്ളിയിലച്ഛൻ അവരുടെ ഒരു വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ട് കൊടുത്താണ്. പുള്ളിക്ക് മാതാവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. കാരണം പുള്ളി തൃശ്ശൂര് മാതാവിന് ഈ സ്വർണം കൊടുത്താണല്ലോ വിവാദമാക്കി വലിയ കാര്യമാക്കി കൊടുത്ത് അത് ക്രിസ്ത്യാനിക്ക് കൂടുതൽ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് കൂടുതൽ വോട്ടുകൂടെ ക്രിസ്ത്യാനിക്ക് കിട്ടി. എല്ലാം പ്രയോജനപ്പെടുത്തി കൊടുക്കുക. വിമർശിക്കുക, പുള്ളിക്ക് പ്രയോജനം ചെയ്യുക, വിമർശിക്കുക, പുള്ളിക്ക് പ്രയോജനം ചെയ്യുക. അപ്പൊ ഈ മാതാവിന്റെ പ്രതിമ അവിടെ കൊണ്ടുവന്നിട്ട് പുള്ളി അത് അവിടെ വെച്ചു. ഞാൻ ഇവിടെ വന്നതല്ലേ, ഇത് ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ഈ മാതാവിന്റെ പ്രതിമ ഇവിടെ വെക്കുന്നത്. പുള്ളി അവിടെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഈ മാതാവ് കൂടെ കാണും, അതിന്റെ കൂടെ ഞാനും കാണും. അപ്പം ഞാൻ കാണും, പക്ഷെ എന്നെക്കാട്ടിൽ കൂടുതലായിട്ട് നമ്മളുടെ കൂടെ ദൈവമാണ് ഉണ്ടാകുന്നത്. അതിന്റെ പ്രതീകമായിട്ട് ഞാൻ ഈ മാതാവിന്റെ പ്രതിമ ഇവിടെ വെക്കുന്നു. അപ്പൊ അന്നോട്ട് ഇവർ ഈ മാതാവിന്റെ പ്രതിമ ഈ സമരപ്പന്തലില് ഇരിക്കുകയാണ്, അതൊരു പ്രതിഷ്ഠ പോലെ. അല്ലെങ്കിൽ അവർ ഈ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആ മാതാവിനെ സ്മരിച്ചിട്ട് സമരം ചെയ്യുന്നത് പോലെ. ഏതായാലും ഇവര് പറയുന്നത് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമായി. അതായത് ഞങ്ങൾക്ക് ഒരിക്കലും തീരുമാനമാവത്തില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യത്തിന് തീരുമാനമായി. അത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഈ മാതാവിന്റെ ശക്തിയാണ്. ഈ മാതാവ് ഒരു ചരിത്രമാകാൻ പോവുകയാണ്. അതേ രീതിയിൽ അവിടെ ആൾക്കാർക്ക് വിശ്വാസമായി. ആണ് ഈ മാതാവിന്റെ പ്രതിമ. ഒരുപക്ഷെ നാളെ കാലത്തെ മുനമ്പം നിവാസികൾ ഈ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ കുരിശുമൂട് പോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു വലിയ പള്ളിയൊക്കെ ആയിട്ട് വന്നാലും അതിശയപ്പെടാനുണ്ട്. അതായത്
ഇത് ഒരു സംഭവമായിട്ട് മാറും. സുരേഷ് ഗോപി ഈ മുഖാന്തരം അവിടെ ഒരു മാതാവിന്റെ പള്ളി അല്ലെങ്കിൽ മുനമ്പൻ മാതാവ്, ഞാൻ എന്റെ വാക്കിലങ്ങ് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഒരു പള്ളി വരാൻ സാധ്യതയുണ്ട്. അത് ഇത് പ്രതീകമാണ്. അത് ആൾക്കാർ ഏറ്റെടുത്തു തുടങ്ങി. കാരണം വിശ്വാസമാണല്ലോ എല്ലാം. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനി എല്ലാം അല്ലെങ്കിൽ ഇവരുണ്ട്. പക്ഷെ ഇവർക്കിടെയെല്ലാം ഇടയിലേക്ക് ഈ പറയുന്ന സുരേഷ് ഗോപി ഒരു മാതാവിനെ കൊണ്ടുവരുന്നു. ആ മാതാവിനെ കൊണ്ടുവരുന്നതിന് അതിന് മുമ്പേ എത്രയോ കാലം കൊണ്ട് അവിടെ സമരം നടക്കുക. സമരം നടത്തിയിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ മാതാവിനെ കൊണ്ടുവന്നു. മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മാതാവിനോട് പ്രാർത്ഥിച്ചതോ സമരത്തിന്റെ ഗുണമോ സുരേഷ് ഗോപിയുടെ ഗുണമോ, ഏതായാലും അവരുടെ വിശ്വാസം മാതാവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, സുരേഷ് ഗോപി പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ആ മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പൊ മുനമ്പം നിവാസികൾക്ക് ഇതുവരെ കിട്ടാത്ത നീതി ലഭിച്ചതെന്നുള്ള വിശ്വാസത്തിലേക്ക് ഭൂരിപക്ഷം വരുന്ന മുനമ്പം നിവാസികൾ മാറിയിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു പ്രതീകമാകാൻ സാധ്യതയുണ്ട്. ഈ മാതാവിന്റെ പ്രതിമ ഒരുപക്ഷെ അതൊരു ചില്ലുകൂടുകളിലേക്കും നാളെ കാലത്തെ ഒരു പള്ളിയുടെ രൂപത്തിലും ഒക്കെ അവിടെ വരാം. നാളെ മുനമ്പം നിവാസികളുടെ മുനമ്പം മാതാവ് എന്ന് പറയുന്ന ഒരു കന്യാമറിയാന്ന് തോന്നില്ലേ മാതാവിന്റെ പ്രതിഷ്ഠ, യേശു ആയിരിക്കും, അങ്ങനെയാന്ന് തോന്നുന്നു ആ മാതാവ്. അപ്പൊ അത് വരാനൊക്കെ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയിലേക്ക് പോവാം. ഇപ്പൊ ഇവര് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഈ പ്രതീക്ഷയോടൊപ്പം ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവിടുത്തെ സംസാരത്തിൽ നിന്ന് വന്നൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇവര് ബാക്കിയുള്ളവരെയൊക്കെ വലിയ രീതിയിൽ സ്വീകരിച്ചു. ഇനി സുരേഷ് ഗോപി ചെല്ലുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും ഒക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയത്തില്ല യഥാർത്ഥത്തിൽ അല്ല, വേറെ ആളെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യും. ചിലരെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതായത് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരത്തിനകത്ത് അത് കരഞ്ഞു പോകുന്ന പറയത്തില്ലേ, ആ സന്തോഷം കൊണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പം ഈ മുനമ്പത്ത് ഉള്ള ആൾക്കാർ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ രക്ഷകൻ യേശുക്രിസ്തുവിന്റെ കൂട്ട് ആ വലിപ്പത്തിലാണ് ഈ മനുഷ്യനെ കാണുന്നത്. കാരണം അതിനുശേഷം ഇവര് കണ്ടോണ്ടിരിക്കുകയല്ലേ, ഇവര് ഈ കഴിഞ്ഞ ദിവസം ആഘോഷമൊക്കെ പടക്കം പൊട്ടിക്കുന്നതിനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കും. അവിടെ ചർച്ചകളൊക്കെ നേരിട്ട് കണ്ടോണ്ടിരിക്കും. കാരണം നമ്മള് ആണ് ഇടയ്ക്ക് വെച്ച് ഒരുപക്ഷെ കാണാതിരുന്നത്. ചർച്ചകൾ കാണുമ്പോൾ ഇതിനകത്ത് ആ ചർച്ചയ്ക്കകത്ത് കോൺഗ്രസ്, അവർ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് മാത്രമല്ല ഹൈബീഡൻ, അവർ വിശ്വസിച്ചിരുന്ന ഹൈബീഡൻ വോട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അവരെ വീണ്ടും പറ്റിക്കാൻ ചെന്ന ഹൈബീഡൻ അവിടെ പറഞ്ഞത് ഒരുപക്ഷെ അവർക്ക് ഏറ്റവും സ്നേഹമുള്ള പ്രിയങ്ക ഗാന്ധി ഇതിനകത്തെടുത്ത നിലപാട്, രാഹുൽ ഗാന്ധി എടുത്ത നിലപാട്, കോൺഗ്രസ് ഈ ഒരു നിയമം തിരുത്തൽ വരുത്തുന്നതിന് കാണിക്കുന്ന വെപ്രാളം, KC വേണുപോലെ കാണിക്കുന്ന, ഇതൊക്കെ അവർ നേരിട്ട് കാണുകയല്ലേ. അപ്പൊ ഇത്രയും പേര് കേരളത്തിൽ നിന്ന് മാത്രമുള്ള 19 പേരും എതിർത്തുകൊണ്ടിരിക്കുന്നിടത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ മുനമ്പത്തെ വിഷയത്തിന് വേണ്ടി ചർച്ച ചെയ്യുകയും ഇവരുടെ എല്ലാം അടുത്ത് വെല്ലുവിളി നടത്തുകയും അത് രാജ്യസഭയിൽ നടത്തുകയും ലോകസഭയിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നേരിട്ട് ഈ മുനമ്പം നിവാസികൾ കാണും. കാരണം അവർക്ക് ഇത് കാണുമ്പോൾ വലിയ അതിശയത്തോടു കൂടിയേ കാണുന്നുള്ളൂ. നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചു. കാരണം ഞങ്ങളുടെ കൂടെ നിൽക്കും, ഞങ്ങളുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലം കൊണ്ട് ഞങ്ങളുടെ വോട്ട് മേടിച്ച് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കിടപ്പാടത്തിനപ്പുറം ഒരു വിഷയം ഒരു മനുഷ്യനില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ആ വിഷയത്തിനകത്ത് നിവൃത്തിയില്ലാത്തവന്റെ വർത്തമാനം കേൾക്കാൻ തയ്യാറാവാതെ ഒരു അധിനിവേശത്തിന്റെ കൂടെയും അല്ലെങ്കിൽ ഒരു ന്യായമില്ലാത്ത കാര്യത്തിന്റെ കൂടെയും ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ടു നടന്നവർ നിന്നല്ലോ. ആ നിന്നതിന് തെളിവ് പലരും അങ്ങനെ നിൽക്കുമെന്ന് പറയുമ്പോഴും BJP-ക്കാരൻ വന്ന് പലവട്ടം പറഞ്ഞപ്പോഴും വിശ്വസിക്കാതെ അത് നേരിൽ കാണുന്ന ഒരു അവസ്ഥ വന്നതിന് ശേഷം അവരുടെ രക്ഷകനെ കാത്തവരിയ്ക്കുകയാണ്. സുരേഷ് ഗോപി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വരും. സുരേഷ് ഗോപിയുടെ കെയർ ഓഫിൽ കൊണ്ടുകൊടുത്ത ആ മാതാവിന്റെ കെയർ ഓഫിൽ നാളെ കാലത്തെ ഒരു ചരിത്രമായിട്ട് ആ മാതാവും അല്ലെങ്കിൽ ആ മാതാവിന് വേണ്ടി ഒരു പള്ളിയും ഒക്കെ ഈ മുനമ്പത്ത് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സംസാരങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു. സുരേഷ് ഗോപി കൊണ്ടുകൊടുത്ത മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരുപക്ഷെ മുനമ്പത്ത് തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഭൂമിയും അല്ലെങ്കിൽ വസ്തുവും ഒക്കെ തിരിച്ചു കിട്ടിയെന്ന് ഉള്ള രീതിയിലേക്കാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അപ്പം ചരിത്രമാകുന്നു സുരേഷ് ഗോപിയുടെ മാതാവിന്റെ പ്രതിമ. ഒരുപക്ഷെ നാളെ കാലത്തെ മുനമ്പം മാതാവ് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയും അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.